ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതമുണ്ട് ആലപ്പുഴ ബീച്ചിലേക്ക്. ആലപ്പുഴ ബീച്ച് ഇപ്പോൾ ആലപ്പുഴ ബീച്ച് മാത്രമല്ല, നല്ലൊരു വാട്ടർഫോൾസും ഉണ്ട്. ഇത് എന്നിവരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞാനിവിടെ പോയായിരുന്നു, എൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് പോയായിരുന്നു. അവരൊക്കെ എൻജോയ് ചെയ്തു, സൂപ്പറായിരുന്നു. കടൽ ആസ്വദിക്കുന്നതിന് കൂടെ തന്നെ നമുക്കൊരു വാട്ടർഫോൾസ്, നല്ലൊരു വാട്ടർഫോൾസും ആസ്വദിക്കാൻ സാധിക്കും. നാഗര പോലെ ഒരു വാട്ടർഫോൾ പോലെ അതുപോലെയൊക്കെ നല്ല അടിപൊളി സൂപ്പറായിരുന്നു. നല്ല കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു ഇത്. സോ നമ്മളൊക്കെ പറഞ്ഞാൽ വന്നൊക്കെ എല്ലാവരും ഇതൊക്കെ എൻജോയ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ കുളിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോയി കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട്. അവിടെ കുറേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട്. പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് വരുന്ന കുളിക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ഇവിടുത്തെ ചാർജ് എന്ന് വെച്ചാൽ 5 വയസ്സിന് താഴത്തുള്ളവർക്ക് ഫ്രീ ആണ്. പക്ഷേ 5-നും 10-നും ഇടയ്ക്കുള്ളവർക്ക് 150 രൂപയാണ്. 10 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കും എല്ലാവർക്കും 199 രൂപയാണ് വരുന്നത്. അപ്പോൾ ആ റേറ്റിലൊക്കെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. സോ നല്ല അതുപോലെ ഇതിപ്പം ആ പൈസ മുടക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. നല്ലൊരു വാട്ടർ ഫോൾസ് കുളിച്ച് നല്ല അതുപോലെ തന്നെ കണ്ടില്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല പാണ്ടയും മങ്കിയും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് പോകാം. റാബിറ്റൊക്കെ ഉണ്ട് ഇവിടെ. അവരാണ് നമ്മൾ നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. കുട്ടികളിലൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അവരൊക്കെ നല്ല അവരുടെ കൂടെ കളിച്ചെല്ലാം പോകാം. ഇപ്പം സന്മ ഓടിപ്പോവുകയാണ്. ഒരു റാബിറ്റിനെ കണ്ടു. റാബിറ്റിനോടൊക്കെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അവൾ ഓടുകയാണ്. അങ്ങനെ കുട്ടികൾ 2 പേര് സന്മയും സനൂഷയും റാബിറ്റിനോട് ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോയി അവിടെ നല്ല ആർച്ച്, പൂക്കൾ കൊണ്ടുള്ള ആർച്ചൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഒരു പൂമ്പാറ്റ കണ്ട് പൂമ്പാറ്റ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. സന്മയും എടുത്തു ഫോട്ടോ. അതിനുശേഷം അങ്ങോട്ടേക്ക് പോയി പിന്നെ ആർച്ചോടെ നടന്നു. ഫ്ലവേഴ്സിൻ്റെ വെച്ചുള്ള ഫുള്ള് കവർ ചെയ്തൊരു ആർച്ചാണ്. അവർ നല്ലൊരു ശരിക്കും നല്ല പണിയെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. അലങ്കരിച്ചിട്ടുണ്ട് പൂക്കളൊക്കെ വെച്ച്. അതിൻ്റെ പൂക്കൾ വെച്ചുള്ള ആർച്ച് കണ്ടില്ല. ആർച്ച് നീളത്തിൽ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഈ ആർച്ചിലൂടെ നടന്ന് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബീച്ചിൽ നല്ല വിസ്താര സ്ഥലമുള്ളതുകൊണ്ട് അവിടെയൊക്കെ നല്ലതായിട്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ബെറ്റർ ആലപ്പി ബീച്ചിൻ്റെ പ്രത്യേകതയാണത്. അങ്ങനെ ആലപ്പി ബീച്ചിലോട്ട് വന്നാൽ ഇതൊക്കെ കണ്ട് എല്ലാ കസക്ക് ഇതൊക്കെ കളിക്കുന്നുണ്ടല്ലോ. പൂക്കളെ കണ്ടില്ലേ, സൂപ്പറാണ്. അപ്പം ഇവിടെയൊക്കെ ആർച്ച്, നല്ല സൂപ്പർ ആർച്ചുകളൊക്കെ കണ്ട് ആ പൂക്കൾ വെച്ച് അലങ്കരിച്ച ആർച്ചാണ്. ശരിക്കും കളിക്കുന്നതായിട്ട് തൂക്കിയ കണ്ടില്ലേ. ആ ഒരു ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ കണക്കന്നെ ഫുള്ള് തൂക്കിയിട്ടിരിക്കുകയാണ്. കളിക്കുന്ന പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അതിനുശേഷം ആ പൂക്കളിലൂടെയൊക്കെ നടന്ന് അടിപൊളിയായിട്ട് കെട്ടിലൊരു സീനായിരുന്നു. അതിന് പുറത്തോട്ട് ഇറങ്ങിയാൽ പിന്നെയും നമുക്കിതുപോലെ ആർച്ച് കാണാം. ലവ് ഷേപ്പിൽ വെട്ടിയ ആർച്ചാണ് കാണുന്നത്. അതിനിവിടുത്തെ സൈഡിൽ നല്ലൊരു ചെറിയ ഹട്ടുകളും പാരറ്റും ഒക്കെ ഉണ്ട്. അവിടേക്ക് ഇരുന്ന് അതിനൊക്കെ എൻജോയ് ചെയ്ത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാം. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഈ ആർച്ചിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ എത്തുന്നത് അവിടെ വേറെ കുറേ സാധനം കാണാനായിട്ട് നമുക്കുണ്ട്. പൂക്കൾ വെച്ചാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെടും. ശരിക്കും അവർ പണിയെടുത്തിട്ടുണ്ട് അല്ലേ. ഈ 199 രൂപ കൊടുത്ത് കയറുന്ന വലിയവർക്കും അതുപോലെ തന്നെ 10 വയസ്സിന് 10-5-ഇടയ്ക്കുള്ളവർക്കൊക്കെ 150 രൂപ. കുഴപ്പമില്ല, ചാർജൊന്നും. 5 വയസ്സിന് താഴത്തുള്ളവർക്ക് ഫ്രീ ആണ്, അവർക്കൊന്നും കൊടുക്കണ്ട. കണ്ടില്ല, നേരെ വന്ന് ആന പൂക്കൾ വെച്ചുണ്ടെങ്കിൽ ആന. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ, അതുപോലെ തന്നെ കുറേ ആനിമൽസൊക്കെ ഉണ്ട്. ഫ്ലൈറ്റ് പൂക്കൾ വെച്ചുണ്ടാക്കിയ ഫ്ലൈറ്റ് ഉണ്ടല്ലേ, ഫുള്ള് പൂക്കൾ കവർ ചെയ്ത ഫ്ലൈറ്റ്, അരയന്നം, മൂഞ്ഞാല്, ഹട്ടുകളുണ്ട്, പാരറ്റ്. ഇതെല്ലാം നല്ല സൂപ്പറായിരുന്നു. ചെറിയ ഹട്ടുകളൊക്കെ കണ്ടില്ലേ. കണ്ടോ, ആൾക്കാർക്ക് ശരിക്കും നല്ല, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും നല്ല എൻജോയ് ചെയ്യണം. എല്ലാവരും ചെല്ലണം, പോയി കാണണം. ഓക്കെ ഗൈസ്, then see you, bye.